കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. CPM വിമത കൗൺസിലർ കലാരാജുവാണ് UDF ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ചെയർപേഴ്സൺ ആകുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും CPM നേതാക്കളുടെ ധാർഷ്ട്യത്തിന് മറുപടി നൽകുമെന്നും കലാരാജു പറഞ്ഞു. ഇഷ്ടംപോലെ സമയങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതുവരെ നമുക്ക് അത് കിട്ടിയിട്ടില്ല. വിപ്പ് ലംഘിച്ചാലല്ലോ നമുക്ക് പെട്ടെന്ന് ഒരു അയോഗ്യമാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതിൻ്റെ നിയമങ്ങളൊക്കെ നമുക്കും അറിയാമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആണ് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ. ജനുവരി 18-ാം തീയതി നടന്ന സംഭവത്തിനെ ആസ്പദമാക്കിയാണല്ലോ നമുക്കൊരു മറിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യും. 100%. നമ്മളുമായിട്ട് ഒരു ചർച്ചകൾ നടത്തിയിട്ടില്ല. ജനുവരി 18-ന് ശേഷം CPM-ഉമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യക്തത, നമ്മളെന്താണ് നമ്മുടെ വ്യക്തത തെളിയിക്കാൻ ഒരു വേദി പിന്നീട് നമുക്ക് കിട്ടൂല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അനുകൂലിച്ച് ഇപ്പം നിൽക്കുന്നു. ഈ ചെയർപേഴ്സൺ സ്ഥാനം നമ്മൾ നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. ഇപ്പോൾ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യുമെന്ന് അവർ വ്യക്തമാക്കുകയാണ്. ആകെപ്പാടെ 2-3 മാസമേ ഉള്ളൂ ഇനി ഭരണസമിതിയുടെ കാലാവധി. എങ്കിലും ഇതൊരു അഭിമാന പ്രശ്നമായി രണ്ടു കൂട്ടരും കാണുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അഭിലാഷ്, ഇരു കൂട്ടർക്കും അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ നഗരസഭയ്ക്ക് മുന്നിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത്. രാവിലെ 9:30 തന്നെ കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന കലാരാജുവും അതുപോലെ തന്നെ സ്വതന്ത്ര കൗൺസിലർമാരും ഇവിടേക്ക് എത്തിച്ചേർന്നു, നഗരസഭയിലേക്ക് എത്തിച്ചേർന്നു. അവർ വോട്ടെടുപ്പിനായിട്ട് മുകളിൽ കാത്തിരിക്കുകയാണ്. CPM കൗൺസിലർമാർ ഇതുവരെയായിട്ടും നഗരസഭയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. CPM കൗൺസിലർമാരാകട്ടെ ഇതുവരെയായിട്ടും ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അതിലും ഒരു സസ്പെൻസ് അവർ വെച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് നഗരസഭയ്ക്ക് മുന്നിൽ വീണ്ടും ഒരു പ്രതിഷേധവുമായി CDS അംഗങ്ങൾ എത്തിയത്. കലാരാജു CDSന്റെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് 13 ലക്ഷം രൂപയോളം CDSൽ നിന്ന് എടുക്കുകയും അത് തിരികെ അടച്ചിട്ടില്ല, അത് തട്ടിച്ചതാണ് എന്നുള്ള ഒരു പരാതി ഉയർത്തിക്കൊണ്ടാണ്, ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ നഗരസഭയ്ക്ക് മുന്നിൽ CDS അംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഇതുവരെ ഇവിടെ CDS അംഗങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ജനുവരിയിൽ കലാരാജുവിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും അത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കുക. എന്തായാലും ഒരു ഷോ ഡൗൺ ഉറപ്പാണ്. കലാരാജു ഞാൻ വോട്ട് ചെയ്യുന്നത് UDF-നായിരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു.